ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭൂമിയുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചു, ഇപ്പോഴും തുടരുകയാണ്. പട്ടയം കിട്ടാത്തവർക്കെല്ലാം പട്ടയം കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ തുടരുകയാണ്. കേരളത്തിൽ വീടില്ലാത്ത ഒരു കുടുംബം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്. അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ നിരവധി വീടുകളുടെ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ആർക്കെല്ലാം വീട് ആവശ്യമാണ്, സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത എല്ലാവർക്കും വീട് നൽകുക, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് വെച്ച പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ വയനാടിന് സഹായം തരുന്നില്ലല്ലോ കേന്ദ്രം. വയനാടിന്റെ പുനരധിവാസ പദ്ധതിയിൽ നമ്മൾ പുറകോട്ട് പോകുന്നില്ലല്ലോ. ഒരു വർഷക്കാലത്തിനിടയിൽ 2 ടൗൺഷിപ്പുകളിലൂടെ അവിടെയുള്ള 1000-ലധികം വരുന്ന കുടുംബങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, വിദ്യാഭ്യാസം, ചികിത്സ, തൊഴിൽ, വരുമാനം, എല്ലാറ്റിനും പരിഹാരം. അതാണ് 2 ടൗൺഷിപ്പിലൂടെ അവിടെ നടപ്പിലാക്കുന്നത്. കേന്ദ്രം സഹായിച്ചിട്ടില്ലെങ്കിലും കേരളം ഇത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികളുടെ സംരക്ഷണത്തിനും ഇതേ വീക്ഷണത്തോടു കൂടിയുള്ള നിലപാടാണ് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ചില കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നിയമസഭാ ചട്ടങ്ങളിലെ റൂൾ 300 അനുസരിച്ച് തീരുമാനമെടുത്തു, പ്രഖ്യാപിച്ചു. നിയമസഭയിൽ കുടിശ്ശിക പെൻഷൻ എല്ലാം കൊടുക്കും. ഈ മാസം ഒരു പെൻഷൻ കൂടി കൊടുത്തു. കുടിശ്ശിക പെൻഷൻ 4 മാസം കിട്ടാനുള്ളതിൽ അതിൽ 1 മാസം കൂടി ഇപ്പൊ കൊടുത്തു. അത് ഈ വർഷവും അടുത്ത വർഷവുമായിട്ട് കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ജനവിഭാഗങ്ങൾക്ക് കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശികയെല്ലാം തീർക്കാനാണ് ശ്രമിക്കുന്നത്. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി ഇന്ന് സർവീസ് മേഖലയിൽ ഒരു സമരം നടന്നിട്ടുണ്ട്, ഒരു പണിമുടക്ക് സമരം. ആ പണിമുടക്ക് നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഗവൺമെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന കാര്യം ബന്ധപ്പെട്ടവരെ എല്ലാം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് ആരാ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അല്ലേ കേരളത്തിൽ നടപ്പിലാക്കിയത്. ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് നടപ്പിലാക്കില്ല എന്ന നിലപാടിൽ നിൽക്കുമ്പോഴാണ് മുൻ ഗവൺമെന്റ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ആർക്കാണ് ഉത്തരവാദിത്വം? ഈ പെൻഷന്റെ സ്ഥിതിയെ സംബന്ധിച്ച് പെൻഷൻ സുരക്ഷിതത്വം ഉണ്ടാക്കാവുന്ന നിലയിൽ ഒരു പുതിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കണമെന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇതൊന്നും പരിഗണിക്കാതെ യഥാർത്ഥത്തിൽ വസ്തുതകളിൽ നിന്ന് ജീവനക്കാരുടെ ശ്രദ്ധ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടാൻ, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി പോയി ആ നിലപാട്. എന്നാൽ ആരും അവകാശങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ നടത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPIM ഒരിക്കലും എതിർന്നിട്ടില്ല. പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കണം. ഈ നിലപാട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങളെ സജീവമായിട്ട് അണിനിരത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. ശത്രുപക്ഷത്തെ ശരിയായ നിലയിൽ നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ അവർ കേന്ദ്രീകരിക്കുന്നത് UDF-ഉം BJP-യും ശത്രുക്കളും കേന്ദ്രീകരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി മുഖ്യമന്ത്രിക്കെതിരായി എല്ലാ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സ്ഥാനം മാറ്റി മുഖ്യമന്ത്രിയെ തകർത്ത് CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇല്ലാതാക്കാൻ കഴിയും എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് അങ്ങേറ്റം വൈകാരികമായി തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ പ്രശ്നം ഏറ്റെടുക്കുന്നത്. ഇത്തരമൊരു നീക്കത്തിന് വേണ്ടി കേരളത്തെ അവരും കൊണ്ടുപോവുകയാണ്. അതിനെ തടഞ്ഞു നിർത്തി ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമ നടപടികൾക്കെല്ലാം തുടർച്ച കിട്ടാനും ഭാവി സംരക്ഷണത്തിന് സഹായകരമായ വൻകിട വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് പൂർണ്ണത കൈവരിക്കാനും കഴിയത്തക്ക നിലയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ ഈ സമ്മേളനം കഴിഞ്ഞ് ഉടനെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പിന്നീട് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്.
ഇതിലേക്കെല്ലാം ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിലെ പ്രത്യേകതകളെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ CPIM-നെ കൂടുതൽ കരുത്തുറ്റതാക്കി അതുവഴിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കി ഈ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഈ സമ്മേളനങ്ങളിലൂടെ നാം ശ്രമിച്ചു വരുന്നത്. എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് CPIM-ന്റെ സംസ്ഥാന സമ്മേളന നടത്തിപ്പിന് നേതൃത്വം നൽകുന്ന ഈ സ്വാഗത സംഘം ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു. അഭിവാദ്യം.